ചെവിക്കകത്ത് മൂളൽ, ടിനൈറ്റസ് ഒരുപാട് പേരുടെ പ്രശ്നമാണ്. ചെവിക്കകത്ത് കണ്ടിന്യൂസ് ആയിട്ട് കൂന്നുള്ള ശബ്ദം വരിക, അല്ലെങ്കിൽ ഗുഷ് എന്നുള്ള എരപ്പ് പോലത്തെ ശബ്ദങ്ങൾ വരിക. ഇതെല്ലാം ഒരുപാട് പേര് ഞങ്ങൾക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന് ചോദിക്കാറും ട്രീറ്റ്മെൻറ്റ് എടുക്കാറും ചെയ്യാറുള്ളതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചെവിക്കകത്ത് മൂളൽ വരുന്നത്? ചെവിക്കകത്തുള്ള മൂളലിന് പല കാരണങ്ങളാണ്. ഒരു പർട്ടിക്കുലർ റീസൺ എന്ന് പറയാൻ പറ്റത്തില്ല. പല കാരണങ്ങളാണ് ചെവിക്കകത്ത് മൂളൽ ഉണ്ടാകുന്നത്. ചിലപ്പം ഒരു ഹിയറിംഗ് ലോസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചെവിക്കകത്ത് മൂളൽ വരുന്നത്, അല്ലെങ്കിൽ ചെവിയിലുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെവിയിൽ വാക്സ് ഒരുപാട് നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാവാം. അങ്ങനെ പല റീസൺ കൊണ്ട് നമുക്ക് ചെവിക്കകത്ത് മൂളൽ വരാറുണ്ട്. നിങ്ങൾക്ക് ചെവിക്കകത്തൊരു മൂളൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഡീറ്റെയിൽ ഹിയറിംഗ് ഇവാലുവേഷൻ നടത്തുക. ഇതിൻ്റെ ബേസ് കോസ് എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ചെവിയിൽ ഈ മൂളൽ വരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോഴാണ് നമുക്കതെങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം എന്ന് നമുക്ക് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുക.